സൗദിയിലെ രാജകുടുംബത്തിലെ ഒരു രാജകുമാരൻ ആയിരുന്നു അബ്ദുള്ള. അദ്ദേഹം രാജാവ് ആകുന്നതിന് മുമ്പ് തന്നെ 9ഓളം കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയിൽ 2 മക്കളാണ് ഉണ്ടായത്. അതിൽ മുഹമ്മദ് എന്ന കുട്ടിയെ ഉസ്മാൻ എന്ന അസ്മയുടെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയത് ഞാൻ നിങ്ങളോട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു തന്നത് ഓർക്കുക. മുഹമ്മദിൻ്റെ ഉമ്മയ്ക്ക് 2 കുട്ടികൾ ആണ് ഉള്ളത്. ഒരാൾ മുഹമ്മദും മറ്റൊരാൾ കൊല്ലപ്പെട്ടു പോകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയവർ നരകവാസികൾപ്പെട്ടവർ തന്നെ തീർച്ച. പുറത്തു കൊടുക്കാത്തിടത്തോളം കാലം അവരും അവരുടെ കൂട്ടാളികളും നരകത്തിൽ പെടുന്നവർ തന്നെ തീർച്ച. ആ ഉമ്മയ്ക്ക് ഒരു മകൻ ജീവനോടെ ഉണ്ടായിട്ടും അവനെ കാണാനോ തലോടാനോ അവൻ്റെ സന്തോഷത്തിലോ സങ്കടത്തിലോ ഒരുമിച്ച് നിൽക്കുവാൻ പോലും പറ്റാതെ നിൽക്കുന്നതിന് കാരണക്കാരായ തൈലക്കണ്ടിയിലെ തെമ്മാടികൾ അവർ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഇതിൻ്റെ ശിക്ഷ അവരിലേക്ക് ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദിനെ ദ്രോഹിക്കുന്നവരും ആക്രമിക്കുന്നവരും ശരീരത്തിൽ കയറ്റുന്നവരും ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും മരുന്ന് കഴിക്കേണ്ടുന്ന അവസ്ഥ വരും തീർച്ച. അവരെ അള്ളാഹു അബൂലഹബിനെ മരിപ്പിച്ചതുപോലെ ഇഞ്ചിഞ്ചായി മാത്രം ആയിരിക്കും അവരെ മരിപ്പിക്കുക എന്ന സത്യം ഞങ്ങൾക്ക് കണ്ട് തന്നെ അറിയാൻ കഴിയും. അങ്ങനെ പലതവണ കിങ് അബ്ദുള്ള മരിക്കുന്നതുവരെ അദ്ദേഹം മുഹമ്മദിനെ സൗദിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ദജ്ജാലും ആൾക്കാരും അത് തടഞ്ഞു. അങ്ങനെ മുഹമ്മദിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പലതവണ ആ നാട്ടുകാരും കിങ് അബ്ദുള്ളയും ശ്രമിച്ചിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം തൈലക്കണ്ടിയിലെ തെമ്മാടിക്കൂട്ടം തടയുകയും കൊണ്ടുപോകുവാൻ വന്നവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. കിങ് അബ്ദുള്ള രാജാവ് ആയിരിക്കെ പലതവണ കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചിരുന്നു. അതിനെതിരെ പ്രവർത്തിച്ചത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്തെ കനറ ബാങ്കിന് സമീപം ഉള്ള തൈലക്കണ്ടിയിലെ അഷ്റഫും ദാവൂദും അബ്ദുറഹ്മാനും നാസറും അസ്മയും അസ്മയുടെ ഭർത്താവ് ആയ ഉസ്മാനും സഫീറും സമീറും നിയാസും തംസീറും നിസാറും നവാസും നൗഷാദും ദജ്ജാൽ ആയ സജീറും ഉസ്മാൻ്റെ മകനായി ജനിച്ച ഹഫ്സിർ സലാമിൻ്റെ മകനായി ജീവിക്കുന്ന റംഷാദ് എന്ന ദജ്ജാലും അതിന് കൂട്ടുനിന്ന ഇവരുടെ കൂട്ടത്തിലുള്ള നരകത്തിൽ എറിയപ്പെടുന്ന ചില തെമ്മാടികളും ആയിരുന്നു അതിന് പിന്നിൽ. പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ, ഞാൻ നിങ്ങൾക്ക് മുഹമ്മദ് പറഞ്ഞു തന്ന ദജ്ജാലിനെയും അനുയായികളെയും കുറിച്ച് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അത് മദനിയോ ഹൈതമിയോ ഫൈസിയോ ദാരിമിയോ കാസിമിയോ ഹുദവിയോ തങ്ങന്മാരോ തൊപ്പിയിട്ടവരോ തൊപ്പി ഇടാത്തവരോ സുന്നിയോ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ തുടങ്ങിയ ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങൾ ഓർക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാലനെ നിരീക്ഷിക്കുവാൻ പോയ സന്ദർഭം ഓർക്കുക. ആ ഹദീസും വെച്ച് നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പ്രത്യേക കഴിവും സംവിധാനവും ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് നിരസിക്കും എന്ന് എനിക്ക് അറിയാം.